അലി അക്ബർ ഷായാണ് വിവരങ്ങളുമായി ചേരുന്നത്. അലി, വിദേശത്തായിരുന്നെങ്കിലും ഓൺലൈനായി പോലും ഒരു പ്രതികരണത്തിന് ജയസൂര്യ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നാട്ടിലെത്തിയ ശേഷം വിശദമായ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചു, പക്ഷേ നമുക്ക് പിന്നീട് കാണാമെന്നാണ് പറയുന്നത്, അല്ലേ അദ്ദേഹം? റോഷ്നി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ജയസൂര്യക്കെതിരെയും ഇത്തരത്തിൽ ലൈംഗികാതിക്രമ പരാതി ഉയർന്നത്. ഒരു പരാതിയല്ല, 2 പരാതികളാണ് നടൻ ജയസൂര്യക്കെതിരെ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ജയസൂര്യ കുടുംബവുമായി അമേരിക്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് ശേഷം ആദ്യമായി കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന ജയസൂര്യയിൽ നിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിച്ചാണ് മാധ്യമങ്ങൾ എത്തിയത്. പക്ഷേ അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാൻ തയ്യാറായില്ല. ജയസൂര്യ പറഞ്ഞ 2 വാക്കുകൾ, ഈ കേസ് കോടതിയിലിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. മറ്റൊരു കാര്യം, അഭിഭാഷകനോട് സംസാരിച്ച ശേഷം നിങ്ങളെ ഞാൻ വീണ്ടും കാണും, ഉറപ്പായും കാണാം, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് ജയസൂര്യ പറഞ്ഞത്. 2 കേസുകൾ, ഒന്ന് ഈ 2 സെറ്റുകളിൽ വെച്ച്, ഒന്ന് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന പരാതി, മറ്റൊരു സെറ്റിൽ വെച്ച് ഇത്തരത്തിലൊരു ആക്രമം ഉണ്ടായി എന്ന പരാതി. ഇങ്ങനെ 2 പരാതികളായിരുന്നു ഉയർന്നിരുന്നത്. ഈ അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ ജയസൂര്യ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഈ പരാതികളെല്ലാം വ്യാജമാണ്, കുടുംബത്തെ വലിയ നിലയിൽ ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ ബാധിച്ചു, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നതുൾപ്പെടെയുള്ള വാക്കുകളായിരുന്നു ആ പ്രതികരണത്തിൽ, ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയുള്ള പ്രതികരണത്തിൽ അദ്ദേഹം നടത്തിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം, വിവാദങ്ങൾക്കും പരാതികൾക്കും ശേഷം ആദ്യമായി കേരളത്തിൽ തിരിച്ചെത്തിയ ജയസൂര്യ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളെ പറ്റിയും മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നെങ്കിലും അതിനൊന്നും തന്നെ അദ്ദേഹം ഉത്തരം നൽകിയിട്ടില്ല. എന്തായാലും അഭിഭാഷകനോട് സംസാരിച്ച ശേഷം പിന്നീട് നിങ്ങളെ കാണാം, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നും മാത്രമാണ് ഈ ഘട്ടത്തിൽ ജയസൂര്യ നടത്തിയിരിക്കുന്ന പ്രതികരണം. റോഷ്നി, ശരി അലി, പിന്നീട് അദ്ദേഹം പ്രതികരിക്കട്ടെ.